ഈ കളറിലൊക്കെ തലമുടിയൊക്കെ ചെയ്തുകൊണ്ട് പോയപ്പോ ഭാര്യ എന്ത് പറഞ്ഞു, കുഞ്ഞിനെ തിരിച്ചറിയാൻ സാധിച്ചോ? കുഞ്ഞിനെയാണോ ഇനി അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല. കൊച്ചിനെ തിരിച്ചറിഞ്ഞാന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. ഞാൻ വിചാരിച്ചു മുടി കളർ അടിച്ചിട്ട് ഞാൻ വീഡിയോ കോൾ ചെയ്തു, അപ്പൊ ഇവളിപ്പോ ഞെട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഇവക്ക് ഒരു മാറ്റം ഉണ്ടായില്ല. ഇവള് ആ അപ്പാ എന്നൊക്കെ പറയണ പോലത്തെ റിയാക്ട് ചെയ്യാത്തത്. പക്ഷെ ആ കളറിൽ അങ്ങനെ നടന്നിട്ട് ഒരു പോയിന്റിൽ പോലും അതിൻ്റെതായിട്ടുള്ള ഒരു സർപ്രൈസ് അവളുടെ ഭാഗത്തുനിന്ന് അവൾ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. അവളെല്ലാത്തിലും വളരെ നോർമലായിട്ടാണ് സംസാരിച്ചത്. അറിയില്ല, കാരണം പൊന്മാനെ കുറിച്ച് ബേസിൽ പറയുമ്പോൾ നമുക്കൊക്കെ അറിയായിരുന്നു അത് ഭയങ്കര അടിപൊളി സിനിമയാണ്. കാരണം അത്രമാത്രം കോൺഫിഡന്റ് ആയിട്ട് മാത്രം സംസാരിക്കുകയായിരുന്നു. ഇനി മരണമാസിന്റെ ആ പ്രതീക്ഷകൾ എന്താണ്? മരണമാസ് സംവിധാനം ചെയ്തിരിക്കുന്നത് ശിവൻ എൻ്റെ മിന്നൽ മുരളിയിലൊക്കെ നമ്മൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു, ഡയറക്ഷൻ ടീമിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ശിവന്റെ ഷോർട്ട് ഫിലിംസ് ഒക്കെ രസമുള്ള ഷോർട്ട് ഫിലിംസാണ്. മഞ്ഞാന എന്നൊക്കെ പറഞ്ഞ ഷോർട്ട് ഫിലിം ഉണ്ട്, അപ്പൂപ്പൻ ഡാഡി എന്നൊക്കെ പറഞ്ഞാൽ. ഞങ്ങൾ ഏകദേശം ഒരേ സമയത്തൊക്കെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തു തുടങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ അന്ന് മുതലേ ഉള്ള പരിചയമുണ്ട് ആക്ച്വലി. അപ്പോൾ അങ്ങനെ ശിവന്റെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഇത് ഭയങ്കര ഒരു പേഴ്സണലും കൂടെയാണ്. പിന്നെ ടോബി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ, നമ്മളെല്ലാവരും ഒരുമിക്കുന്നു, സിജു എഴുതുന്നു എന്നൊക്കെ പറയണം. അപ്പോൾ ഇതിനൊരു സ്മൂത്ത് സ്വഭാവമുണ്ട് സിനിമയ്ക്ക്. കുറച്ച് ഫൺ കളർഫുൾ സിനിമയാണ്. കുറച്ച് എക്സാജറേറ്റഡ് തമാശകളൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഭയങ്കര ലോജിക് ഡ്രിവൺ ആയിട്ടുള്ള സിനിമയല്ല. എല്ലാവരും കൂടെ ഇങ്ങനെ ഒരു കള്ളത്തരവും ഒരു അഡ്വഞ്ചറും എല്ലാവരും കൂടെ ഉള്ളൊരു സിനിമയാണ്. ബേസിക്കലി ഒരാളെ മാത്രം ഫോളോ ചെയ്യുന്ന പോലത്തെ ഒരു സിനിമയല്ല. എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടം അഡ്വഞ്ചറാണ് ബേസിക്കലി. ഒറ്റ രാത്രിയിൽ നടക്കുന്ന കഥയാണ്. അങ്ങനത്തെ അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഒരു കുറച്ച് കെയോസും അടിപിടിയും ബഹളവും ഒക്കെ കൂടെ ആയിട്ട് ഒരു എൻ്റർടൈനർ എന്നുള്ള സ്പേസിലേക്ക് പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സിനിമയാണ്.